അങ്ങനെ കാത്തിരുന്നു നമ്മുടെ കയ്യിൽ 17 പ്രോ മാക്സ് എത്തിയിട്ടുണ്ട്. ഇച്ചായൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇന്നത് സാധ്യമായി. കാരണം ഇച്ചാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഫോണാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഈ ഫോണിന് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇച്ചാൻ്റെ കയ്യിലിരുന്ന ഫോണും ഐഫോൺ തന്നെയായിരുന്നു 7+. ഇപ്പോൾ ടോട്ടൽ 10 ഇയേഴ്സ് അത് നമ്മൾ ഉപയോഗിച്ചു. ഇപ്പോഴും അതിനൊരു കുഴപ്പവുമില്ല. പിന്നെ ഇപ്പം ചാനലൊക്കെ തുടങ്ങി. പിന്നെ ഓൾറെഡി ഇത്രയും നാളായതുകൊണ്ട് ഒരു ഫോൺ ചേഞ്ച് ചെയ്യാമെന്ന് കരുതി. അപ്പം പിന്നെ എന്തായാലും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും അതൊക്കെ വേണ്ടി നല്ലൊരു ഫോൺ തന്നെ വാങ്ങിക്കാനായിരുന്നു പ്ലാന്. അതുകൊണ്ട് തന്നെ നമുക്ക് സാംസങ് വേണോ ഐഫോൺ വേണോ എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഓൺ എക്സ്പീരിയൻസ് തന്നെ ഉണ്ടല്ലോ ഐഫോണിൻ്റെ. ലൈഫ് ഒരു രക്ഷയില്ല. എത്ര നാൾ വേണമെങ്കിലും ഐഫോൺ നമുക്ക് കണ്ണും പൂട്ടി ഉപയോഗിക്കാം. നമുക്കതങ്ങനെ പെട്ടെന്നൊന്നും ചീത്തയാവുകയില്ല ഐഫോൺ. ഇപ്പോൾ 10 വർഷമായിട്ട് കയ്യിലിരിക്കുന്ന ഫോണിന് പോലും ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഇപ്പോഴത്തെ പുതിയ ഫീച്ചേഴ്സൊക്കെ വെച്ച് നമ്മളപ്പോൾ അത് അടിപൊളി നമ്മുടെ 17 പ്രോ മാക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനും കേട്ടോ, എനിക്കും വീഡിയോസൊക്കെ എടുക്കാമല്ലോ. അതുകൊണ്ട് ഞാനും നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഫോണൊക്കെ വാങ്ങി ഉടനെ തന്നെ ഗ്ലാസും ബാക്ക് കവറും പിന്നെ ക്യാമറ പ്രൊട്ടക്ഷനും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ യൂസ് ചെയ്തിട്ട് പോകുന്നതിന് മുമ്പ് അപ്പം തന്നെ എല്ലാം സെറ്റാക്കിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. എനിക്ക് പിന്നെ ഓറഞ്ച് കളറായിരുന്നു കൂടുതലും ഇഷ്ടം. പിന്നെ അതിന് ചെറിയ കംപ്ലൈൻറ്റ്, കളർ ചേഞ്ച് ഒക്കെ പറയുന്നത് കൊണ്ട് നമ്മൾ പിന്നെ അത് ചേഞ്ച് ചെയ്യാമെന്ന് കരുതി. കാരണം നമ്മുടെ ഷോറൂമിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ഫോണിൻ്റെ തന്നെ ഓറഞ്ച് കളറിൻ്റെ കളറ് നമ്മൾ പോയത് മുന്നിൽ കണ്ടു. അതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി ബ്ലൂ സെലക്ട് ചെയ്തു. അങ്ങനെ എല്ലാമായി ഹാപ്പിയായി ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മണി 12 കഴിഞ്ഞിട്ടും പാവം ഫോൺ നോക്കിയിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ സൈഡും തിരിച്ചും മറിച്ചും പുറവും അകവും ഒക്കെ നോക്കി എതിലേക്കൂടാണ് സിം ഇടേണ്ടതെന്നാണ്. പിന്നീടാണ് മനസ്സിലായത് ആൾക്ക് ഇത് സിമ്മാണ്, ഫിസിക്കൽ സിമ്മിനുള്ള ഓപ്ഷനേ ഈ ഫോണിലില്ല. പിന്നെ പതുക്കെ രാത്രി ആയെന്നൊന്നും നോക്കി ഇങ്ങനെ താടിക്കും കൈയും വെച്ച് പാവം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഫോൺ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇന്ന് രാത്രിയിലില്ല. അതുകൊണ്ട് തന്നെ അത് മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇതായിരുന്നു. ഞങ്ങളുടെ ഫോൺ വാങ്ങിക്കാൻ പോയതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതി. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഈ ഫോണിലെടുക്കുന്ന അടിപൊളി വീഡിയോ ഇനി വരുന്നതായിരിക്കും. എല്ലാവരും കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കേ.